മേയർ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുതാണ്, വിദ്യാഭ്യാസം എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ പൊക്കിയല്ല. പുള്ളിക്കാരൻ വളരെ പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിന്റെ ദോഷം അവിടെ ഉണ്ടായിരുന്നു. നമസ്കാരം. വ്യാഞ്ഞിലിൻ്റെ സ്വഭാവമാണ് ഈ വെള്ളാപ്പള്ളി നടേശന്. ശത്രുവിനെ കാണുമ്പോൾ വാലും ഇരയെ കാണുമ്പോൾ വായും കാണിക്കും. തദ്ദേശത്തിൽ തട്ടെ പിണറായി വിജയൻ മൂക്കുകുത്തി വീണതോടെ വെള്ളാപ്പള്ളിയുടെ നിറം കുറേശ്ശെ മാറി തുടങ്ങുന്നു. നടേശൻ സാറിനെ പേടിച്ച് ഓന്തുകൾ മലയാള നാട് വിട്ടിട്ട് കാലങ്ങളായി എന്നാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത്. അവറ്റകൾ നിറം മാറിയതെല്ലാം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നിറം മാറുന്നത് കാര്യം സാധിക്കാനും പറ്റുകൂടി നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാനും പാര വെക്കാനുമാണ്. തെരഞ്ഞെടുപ്പ് അവലോകന വിദഗ്ധനായ നടേശൻ CPMന്റെ ദോഷങ്ങളെല്ലാം ഇപ്പോൾ എണ്ണി എണ്ണി പറയുകയാണ്. തലസ്ഥാനത്ത് പാർട്ടിയെ തെറുത്തു കെട്ടിയത് ആ കൊച്ചു മേയറുടെ അഹങ്കാരം കാരണമാണത്രേ. ആ വിനയം കാണിക്കാതെ പ്രായത്തിന്റെ ചെറുപ്പത്തിന്റെ ദാർഢ്യവും അഹങ്കാരവും അത് വളരെ ചർച്ചാ വിഷയമാകുകയും അത് ഇന്നും ലൈവായിട്ട് നിൽക്കുകയും ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതൊരു കാരണം തന്നെയായിരുന്നു. വിളയാതെ ഞെളിയരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. 5-ൽ വളയാത്തത് 50-ൽ വളയുമോ വെള്ളാപ്പള്ളി സാറേ? നന്നാക്കിയെടുക്കേണ്ട പ്രായത്തിൽ തല്ലും ചൊല്ലും കൊടുത്ത് വളർത്തണം. വേണ്ടപ്പോൾ വടിയെടുക്കാതെ വിളഞ്ഞു മുറ്റിയ കാലത്ത് ഗുണദോഷിക്കാൻ ചെന്നാൽ മക്കൾ പോലും തന്തയോട് പറയും പോടാ അച്ഛ എന്ന്. അതാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ചെയ്യുന്നത്. പിണറായി വിജയനോട് സേവ കൂടി സദ്യയുണ്ട് കാറിൽ കയറി നടന്ന കാലത്ത് കാരണവരോട് ഒന്ന് ഉപദേശിക്കാതിരുന്നത് എന്താണ് വെള്ളാപ്പള്ളി? നമ്മുടെ സഖാക്കളുടെ പോക്ക് ശരിയല്ല ചേട്ടാ, എങ്ങനെയെങ്കിലും അവരെ നന്നാക്കിയെടുക്കണം, അതൊന്നും പറഞ്ഞില്ല. ആ കൊച്ചിൻ്റെ അഹങ്കാരവും ബഹുമാനക്കുറവുമാണ് തലസ്ഥാനത്തെ പരാജയത്തിന് കാരണമെന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത്. ആ മേയർ ഒന്നൊഴിയാതെ അഹങ്കാരം കാണിച്ച കാലത്തൊന്നും വെള്ളാപ്പള്ളി മിണ്ടിയിട്ടേയില്ല. പറഞ്ഞാൽ CPMന്റെ സൈബർ ചാവേറുകൾ തെറി വിളിക്കുമെന്ന് അദ്ദേഹത്തിനറിയാം. അങ്ങനെ കൊച്ചിനെ പൊക്കി പൊക്കി മുകളിൽ അങ്ങ് എത്തിച്ചു എല്ലാവരും കൂടി. എല്ലാം കഴിഞ്ഞപ്പോൾ എടുത്ത് താഴെയിട്ട് ഓരോരുത്തരായി മാറി മാറി ചവിട്ടുകയാണ്. ഭരണമെല്ലാം കഴിഞ്ഞ് കുട്ടി തലയണയും തെറുത്ത് കെട്ടി സ്ഥലം വിട്ടപ്പോഴാണ് നടേശൻ സാർ ഗുണദോഷവുമായി ഇറങ്ങിയിരിക്കുന്നത്. സകല നേതാക്കളെയും മന്ത്രിമാരെയും അടിമകളെയും കയറൂരി വിട്ട് അവർ ചെയ്യുന്ന തോന്നിയാസങ്ങൾക്കെല്ലാം നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് കന്നന്തിരിവുകളുടെ ഉലക നായകനായി വാഴുന്ന പിണറായിക്ക് നടേശൻ്റെ നോട്ടത്തിൽ യാതൊരു വിധമായ കുഴപ്പവുമില്ല. അദ്ദേഹം പറയുന്നത് കാശില്ലാത്ത കാലത്തും കടം വാങ്ങിയായാലും നമ്മൾക്ക് വേണ്ടതെല്ലാം തന്നത് പിണറായി ആണെന്നാണ്. പിണറായി കടമെടുത്തതൊക്കെ വെള്ളാപ്പള്ളിയെ ജാമ്യം നിർത്തിയായിരുന്നു. കേട്ടാൽ തോന്നും തായ്ക്കണ്ടി ഫാമിലിയുടെ ഭാഗപത്രം കൊണ്ട് കേരള ബാങ്കിൽ വെച്ചെടുത്ത ലോണാണ് ഇവിടെ മുടക്കുന്നത് എന്നാണ്. മോന്തായം വളഞ്ഞാൽ 64-ഉം വളയും നടേശൻ സാറേ. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയിരുന്ന ഒരു കൊച്ചു പെണ്ണ് ഭരണത്തിൻ്റെ പ്രാന്ത് കയറി അങ്ങേയറ്റം അഹങ്കരിച്ചപ്പോൾ ഈ പിണറായി വിജയൻ അതൊന്നും അറിഞ്ഞതേയില്ലേ? തൊട്ടപ്പുറത്തിരിക്കുന്ന ഗോവിന്ദൻ മേടയിലിരുന്ന് എന്തോ നോക്കുമായിരുന്നു. അദ്ദേഹവും ഒന്നും അറിഞ്ഞില്ല. കുട്ടി കൂത്താടിയാൽ കാണാൻ കൊള്ളാം, മുതുകൂത്താടിയാൽ എന്തിനു കൊള്ളാം എന്നൊരു ചോദ്യമുണ്ട്. മാർസിസം തലയ്ക്ക് കയറിയാൽ മൂത്തതും കിളിർത്തതും കൂമ്പടഞ്ഞതും എല്ലാം കൂത്താട്ടം തുടങ്ങും. ഡോക്ടറേറ്റ് എടുത്തതും വ്യാജ ഡിഗ്രി നേടിയതും വക്കീലായതും പഠിപ്പ് കൂടിയതും കുറഞ്ഞതും എല്ലാം ഈ പാർട്ടിയിലെത്തിയാൽ മണിയാശാൻ്റെ നിലവാരത്തിലേക്ക് ഉയരും. മണിയാശാൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുമാരനാശാനേക്കാൾ വലിയ ആശയഗംഭീരനാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നടേശൻ പറഞ്ഞു നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹാ അഹങ്കാരിയാണ്, VD സതീശൻ മഹാ അഹങ്കാരിയാണ്, കോൺഗ്രസ്സുകാരുടെ അഹങ്കാരം കൊണ്ടാണ് ഇപ്പോൾ ഒന്നുമില്ലാതെ നടക്കുന്നത് എന്നൊക്കെയാണ്. ഇവരൊക്കെ പിണറായി വിജയൻ്റെ മുഖത്ത് കൈ ചൂണ്ടിയതാണ് നടേശൻ സാറിന് സുഖിക്കാതെ വന്നത്. തെരഞ്ഞെടുപ്പിൽ ജനം കൈ ചൂണ്ടുക മാത്രമല്ല പിണറായിയുടെ കരണത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ നടേശന് സമാധാനമായി. സത്യത്തിൽ പിണറായിക്കും പാർട്ടിക്കും മാത്രമല്ല ജനം ഓടിച്ചിട്ട് തല്ലുകൊടുത്തത്. പകുതി അടി വെള്ളാപ്പള്ളിക്കും കൂടി അവകാശപ്പെട്ടതാണ്. അത്രയേറെ നിന്ദവർത്തമാനങ്ങളും മതനിന്ദയുമാണ് നിങ്ങൾ നടത്തിയതെല്ലാം. അതിൻ്റെ ഫലം കണ്ടു. മലപ്പുറത്ത് CPMന് വട്ടപൂജ്യം പോലുമില്ല. പൂജ്യത്തിൻ്റെ ഇടയിലും അല്പം ശൂന്യത ഉണ്ടായിരുന്നു. ഇത് വെറും വിരാമചിഹ്നം മാത്രമാണ്. ഈ വെള്ളാപ്പള്ളിയെ പിടിച്ച് എന്ന് പിണറായി വിജയൻ കൂടെ കയറ്റിയോ അന്ന് തുടങ്ങി CPMൻ്റെ തകർച്ച. 3-ാം തവണയും പിണറായി വിജയനെ ആനയിക്കാൻ പൊട്ടുകുത്തി കാത്തിരിക്കുകയായിരുന്നു നടേശൻ മുതലാളി. പാർട്ടിയുടെ കാറ്റ് പോയതോടെ കാറ്റുള്ളിടത്തേക്ക് ചരിയാനാണ് ഇപ്പോൾ മോഹം. കേരള തൊഗാഡിയ എന്ന് പിണറായി വിളിച്ചപ്പോൾ യാതൊരു പരാതിയും വെള്ളാപ്പള്ളിക്ക് ഉണ്ടായില്ല. പിന്നെ നമ്മൾ കണ്ടത് വെള്ളാപ്പള്ളി പിണറായി ചേട്ടൻ്റെ മാറിലങ്ങ് ചായുന്ന രംഗമാണ്. 2ാം പിണറായി സഭയിലെ മന്ത്രിമാർക്കും കുഴപ്പങ്ങളുണ്ടെന്നാണ് നടേശൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആളുകളുമായി ഇടപഴകാൻ അറിയില്ല, മര്യാദയില്ല, ബഹുമാനമില്ല. ഇതൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് വേണമല്ലോ നാട്ടുകാരറിയാൻ. മണിയാശാൻ്റെ കാര്യത്തിൽ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല.
മണിയാശാൻ പച്ചപ്പാവമാണെന്ന് സർട്ടിഫിക്കറ്റ് നേരത്തെ കൊടുത്തതാണ് നടേശൻ. തലസ്ഥാനത്തെ തോൽവിക്ക് ആര്യയുടെ അഹങ്കാരം കാരണമായെങ്കിൽ കണ്ണൂരിലെ പാർട്ടിയുടെ തോൽവിക്ക് PP ദിവ്യയുടെ അഹങ്കാരത്തിന് വല്ല പങ്കുമുണ്ടോ സാറേ? പത്തനംതിട്ടയിലെ തോൽവിക്ക് വീണയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അതുകൂടി ഒന്ന് വിലയിരുത്തി പറയണം. വെള്ളാപ്പള്ളിയുടെ സ്വന്തം വാർഡിൽ CPM നിശ്ചയിച്ച സ്ഥാനാർത്ഥി പോലും തോറ്റുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെള്ളാപ്പള്ളിക്കൊക്കെ പരിസരത്തുള്ള ജനപ്രീതി. ഈ വെള്ളാപ്പള്ളി SNDP യോഗത്തിൽ ഗുരുവിനേക്കാൾ വലിയ ജഗദ്ഗുരുവായി നടക്കുന്ന ആളാണ്. പക്ഷേ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് പലപ്പോഴും. കള്ളിനും ചക്കരയ്ക്കും ചെത്തുക എന്ന് പറയാറുണ്ട്. ഒന്നുകിൽ നിങ്ങൾ സമുദായ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുക, അല്ലെങ്കിൽ എല്ലാ തെറ്റുകളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കണം. പിണറായിയെ പൊക്കി തലയിൽ വെച്ച് പ്രതിപക്ഷത്തിൻ്റെ മണ്ടയ്ക്കടിക്കാൻ നടന്നപ്പോൾ എന്താണ് സഖാക്കളെ ശരിയായ പാതയിലല്ല നിങ്ങളെന്ന് പറയാതിരുന്നത്? പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞാൽ ഏത് ഈഴവൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇനിയൊരു പ്രവചനം അങ്ങ് നടത്തും. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനാണ് സാധ്യത. അവർ യോജിച്ചു നിന്നാൽ ഭരണം കിട്ടും. ഒരൊറ്റ കോൺഗ്രസ് നേതാവും വെള്ളാപ്പള്ളി ഇരിക്കുന്ന ദിക്കിലേക്ക് പോലും നോക്കരുത്. തിരുവനന്തപുരത്തെ തോൽവി മേയറുടെ അഹങ്കാരം കൊണ്ടാണെന്ന് പറയാം. കേരളമാകെ പാർട്ടി തോറ്റതിന് കാരണഭൂതത്തിന് ഒരു പങ്കുമില്ലേ? സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞില്ല, അതാണ് പരാജയ കാരണമായതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പിണറായി വിജയൻ്റെയും മരുമോൻ്റെയും കാൽനഖം മുതൽ തിരികേശം വരെ വർണ്ണിക്കുന്ന സൈബർ വേട്ടാവളിയന്മാർക്ക് എന്തായിരുന്നു അപ്പോൾ ഇവിടെ പണി? കോടികളുടെ ഫ്ലെക്സ് വെച്ചിട്ടും പരസ്യം നൽകിയിട്ടും നേട്ടമൊന്നും ജനങ്ങളിലെത്തിയില്ല. ഇടയ്ക്കൊരു ഉഡായിപ്പുണ്ടായിരുന്നു, മുഖ്യൻ എന്നോടൊപ്പം എന്ന് പറഞ്ഞ്. ഒറ്റ എപ്പിസോഡിൽ അത് തീർന്നു. ഇവിടെ ചോദ്യങ്ങൾക്ക് മറുപടിയും പറഞ്ഞിരുന്നാൽ എങ്ങനെ ഗൾഫിലൊക്കെ ചുറ്റിയടിക്കാൻ പറ്റും? ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും പുള്ളിക്ക് ഗൾഫിൽ നിന്നും തിരിച്ചു വരാൻ സമയമില്ലായിരുന്നു. മുഖ്യൻ എന്നോടൊപ്പം എന്ന് പറഞ്ഞ് കൂടെ വന്നാൽ എൻ്റെ പൊന്നെ വരല്ലേ എന്ന് പറഞ്ഞ് ജനം ഓടിപ്പോകുന്ന അവസ്ഥയാണ്.